ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. അപ്പം നമ്മൾ ലാസ്റ്റ് അഞ്ജനയുടെ വെഡ്ഡിങ് ഡേയിൽ എത്തിക്കുകയാണ്. അവൾ വീട്ടിലെത്തിയപ്പോൾ ബ്രൈഡൽ മേക്ക് ഓവർ ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു, സെറ്റായി വരികയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഷൂട്ടൊക്കെ തുടങ്ങി നമുക്ക് തൃപ്തിയാവുന്നത് വരെ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ശേഷം നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോവാണ്. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവളെ ഇങ്ങനെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ്. നമ്മൾ അവളോട് ഇങ്ങനെ കുറേ കുശലൊക്കെ പറഞ്ഞ് അവളങ്ങനെ നമ്മൾ വൈബ് മൂഡ് ഓണാക്കി എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രണ്ട്സും കസിൻസും എല്ലാവരും കൂടെ ഒന്ന് ഓണായി. പിന്നെ നമ്മൾ നേരെ ഹാളിലേക്ക് കയറി. അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോൾ ഇതൊക്കെ അവൾ ഫാമിലിയിലുള്ള ഓരോരുത്തരാണ്. ഇത് അവളുടെ ഫ്രണ്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മളിതിലിങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരുടെ അടുത്തും പോയി എല്ലാവരെയും കണ്ട് സംസാരിച്ചു. അങ്ങനെ ഹാളിൽ പോയിരുന്നു. അധികം ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെക്കൻ എത്തിയപ്പോൾ അവൾ ടെൻഷനായി. നിക്കാഹിൻ്റെ ടൈമായപ്പോൾ അവൾ ടെൻഷനായിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ചെക്കൻ്റെ എൻട്രീനെ കുറിച്ച് അവളോടൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവളിങ്ങനെ നാണം കുണുങ്ങിയിരിക്കുകയാണ് ഗൈസ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ കരയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ കരയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ചെക്കൻ എൻട്രി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നിക്കാഹിൻ്റെ ഒരുക്കങ്ങളൊക്കെ സെറ്റായി. നിക്കാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിക്കാഹ് നടക്കുമ്പോൾ ഒരാളിതാ ഇവിടെ ടെൻഷനായി ഇരിക്കുന്നുണ്ട്. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞു, മാഷാ അല്ലാ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ എന്തൊക്കെ നെറ്റ്സും ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതവളുടെ കസിനാണ് സോനു. ഇവന് അവളെ വന്ന് ടെൻഷനാക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വല്യമ്മ വന്നിട്ട് അവൾക്ക് മഹർ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവളെ അവിടെ തന്നെ ഇരുത്തി ഫുഡൊക്കെ കഴിപ്പിച്ചു. പിന്നെ ഇത് ഞാൻ കുറേ കാലത്തിന് ശേഷം കാണുന്നവരാണ്. എൻ്റെ 10th ഫ്രണ്ട്സാണ് ഇതൊക്കെ. ഇവരൊക്കെ 10th കഴിഞ്ഞതിന് ശേഷം ചിലർ ഇന്നാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ പോയി ഫോട്ടോസൊക്കെ എടുത്തു. ബ്രൈഡിൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അതിൻ്റെ ജൂനിയേഴ്സ് ആയിരുന്നു സ്കൂളിൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ചെക്കൻ മഹർ കെട്ടിക്കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് എനിക്കിങ്ങനെ ആക്കാൻ പറ്റും, വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികളുടെയും കസിൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ എല്ലാവരുടെയും ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഫുൾ ഓൺ മൂഡായിരുന്നു. അങ്ങനെ ഉള്ളത്തെ ഷൂട്ട് കഴിഞ്ഞ് പിന്നെ പുറത്ത് ഷൂട്ടായി. അങ്ങനെ ഷൂട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഹോളൊക്കെ ഫുള്ള് ക്ലിയറായി. പിന്നെ ലാസ്റ്റ് നമ്മൾ ബാഗൊക്കെ എടുത്ത് വീട്ടിൽ പോവാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.